തുടങ്ങിയിരിക്കുന്നു. പുലിപ്പേടിയിലാണ് പക്ഷേ കാസർകോട്ടെ ഒരു ഗ്രാമം. കാസർഗോഡ് കുളത്തൂരിലെ ആയങ്കടവിൽ നിന്ന് പിടിച്ച പുലിയെ വനംവകുപ്പ് അധികൃതർ ജനവാസ മേഖലയിൽ ഇറക്കിവിട്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ഭീതി കാരണം ആളുകൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ട്. സുജിയ, കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് കാസർഗോഡ് കുളത്തൂരിലെ ആയങ്കടവ് എന്ന ഭാഗത്തു നിന്നും പുലിയെ പിടിക്കുന്നത്. വനംവകുപ്പ് അധികൃതർ ചേർന്ന് പുലിയെ പിടിക്കുന്നു. തുടർന്ന് ബെള്ളൂർ പഞ്ചായത്തിലെ ഒരു കാട്ടിലേക്ക് പുലിയെ തുറന്നുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് ജനവാസയോഗ്യമായ സ്ഥലം എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. കാരണം പുലിയെ തുറന്നുവിട്ടത് ജനവാസയോഗ്യമായ ഒരു സ്ഥലത്തേക്കാണെന്ന് ആരോപിച്ച് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ബെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ നിയറസ്റ്റ് ഫോറസ്റ്റ് സൈഡിൽ ബജ കോളേജ് ഉണ്ട്, കുറേ അംഗനവാടികളുണ്ട്, നെട്ടണിക്ക് സ്കൂളുണ്ട്. അതുപോലെ തന്നെ ഇതേ ഈ വാണിനഗർ ഈ സ്ഥലത്ത് തന്നെ വെച്ച് +2 സ്കൂളുകളുണ്ട്. അതേപോലെ സ്വർഗയിൽ ഒരു സ്കൂളുണ്ട്. അതുതന്നെ തൊട്ടടുത്ത പാണാജ ഗ്രാമ അടയു സ്കൂളുണ്ട്. ജനവാസമുള്ള സ്ഥലമാണിത് ഈ ഫോറസ്റ്റ്. ഇതൊക്കെ അറിയാതെ അവർ ഞങ്ങളോട് പറഞ്ഞത് കർണാടകയിലെ ഉൾക്കാടിലാണ് ഞങ്ങൾ വിട്ടതെന്ന്. പക്ഷെ ഉൾക്കാടിലല്ല അവർ വിട്ടത്. ലാസ്റ്റ് പറയുമ്പോൾ ജാംബ്രി എന്ന് പറയുന്ന സ്ഥലത്താണ് വിട്ടത്. ജാംബ്രിന്റെ തൊട്ടടുത്ത് 100 മീറ്റർ താഴെ 4 വീടുണ്ട്. ഈ ഭാഗത്ത് ഞങ്ങൾ ഒരു അരകിലോട്ട് കഴിഞ്ഞാൽ ഈ മൊത്തം പിള്ളേർ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ശരിക്കും അക്ഷമ്യ അപരാധമാണ് ഈ സ്ഥലത്ത് വിട്ടത്. പല കൃഷി ചെയ്യുന്നവർ ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ശല്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ ഒരു പ്രശ്നം വന്നിട്ടാകുമ്പോൾ കർഷകർക്ക് പിന്നെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും പ്രദേശവാസികളെല്ലാം തന്നെ ഭയത്തിലാണ്. അടുത്ത് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ കോളേജുകളെല്ലാം അടുത്തുണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിലൊരു പുലിയെ ഈ ഒരു ജനവാസയോഗ്യമായ ഒരു സ്ഥലത്ത് തുറന്നു വിട്ടതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.